നമസ്കാരം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിന്തിച്ചു പ്രവർത്തിക്കുകയും ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനവും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണവും ഏർപ്പെടുത്തുന്നത് വഴി പല ദിവസങ്ങളിലും രാത്രിയിലും അവധി ദിനങ്ങളിലും ജോലി ചെയ്യുന്നത് വഴി, അതായത് അഹോരാത്രം ചിന്തിച്ചു പ്രവർത്തിക്കുന്നത് വഴി തൊഴിൽപരമായിട്ടുള്ള അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കുവാൻ ഏറെക്കുറെ സാധിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ മേലധികാരികളുടെ പല നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ ഇടവരുമെങ്കിലും യുക്തിപൂർവമല്ലാത്തതിനാൽ അത് ചിലതൊക്കെ നിരസിക്കേണ്ടതായ സാഹചര്യങ്ങളോ അതിന് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി സമാധാനം ഉണ്ടായിത്തീരും. എന്നാൽ കീഴ് ജീവനക്കാരെ അനുസരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഈ മാസത്തിൽ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുമെങ്കിലും അതിനൊരു ഫലപ്രാപ്തി കുറയും. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണം വേണം. പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ സ്വല്പം വ്യതിചലനം വന്നു ചേരും. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ പ്രയത്നം വേണ്ടി വരും. എന്നാൽ അതിനൊരു പരിണതമായിട്ടുള്ള ഫലമോ അനുഭവമോ വളരെ കുറവായിരിക്കുകയുമാണ് ഉണ്ടാവുക. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരുന്നത് വഴി മാനസികമായിട്ടുള്ള വിഭ്രാന്തി വർദ്ധിക്കുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നതും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ നിർദ്ദേശിക്കുന്നതുമായ കാര്യങ്ങൾ അവലംബിക്കുന്നത് ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഉപകരിക്കും. സന്ധി സംഭാഷണത്തിൽ പരാജയമുണ്ടാവാതെ സൂക്ഷിക്കണം. ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഒരു പദ്ധതികളും ഈ ഒരു മാസത്തിൽ ഏറ്റെടുക്കുന്നത് ഗുണകരമല്ല. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഈ നവംബർ മാസത്തിലെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.